ഡിയർ സ്റ്റുഡൻസ്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LLB എൻട്രൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ലീഗൽ ആപ്റ്റിറ്റ്യൂഡിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള 100 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് എല്ലാ നിയമങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ട് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണെന്ന് തോന്നിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇതിനകത്ത് ഇതെല്ലാം ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, സാധാരണ ചോദിച്ചു വരാറുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റെസ് ജുഡിക്കേറ്റ? റെസ് ജുഡിക്കേറ്റ എന്ന് വെച്ചാൽ എന്താണ്? റെസ് ജുഡിക്കേറ്റ എന്ന് വെച്ചാൽ എ മാറ്റർ ഓൾറെഡി ജഡ്ജ്ഡ്. എ മാറ്റർ ഓൾറെഡി ജഡ്ജ്ഡ് ആണ് നമ്മൾ റെസ് ജുഡിക്കേറ്റ എന്ന് പറയുന്നത്. അടുത്തത്, വാട്ട് ഡസ് മെൻസ്രിയ മീൻസ് ഇൻ ലീഗൽ ടെർമിനോളജി? ലീഗൽ ടെർമിനോളജിയിൽ മെൻസ്രിയെ പറയുന്ന പേരെന്താണ്? ഗിൽറ്റി മൈൻഡ് എന്നാണ് ലീഗൽ ടെർമിനോളജിയിൽ മെൻസ്രിയയുടെ മീനിങ്. അടുത്ത, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹേബിയസ് കോർപ്പസ്? ഹേബിയസ് കോർപ്പസിന്റെ മീനിങ് എന്താണ്? ഹേബിയസ് കോർപ്പസ് ഒരു റിട്ടാണ് ടു പ്രൊഡ്യൂസ് ദ ബോഡി, അതാണ് അതിന്റെ മീനിങ്. അടുത്തത്, റേഷ്യോ ഡെസിഡൻറ്റി എന്ന് വെച്ചാൽ എന്താണ്? റേഷ്യോ ഡെസിഡൻറ്റി മീൻസ് ദ ലീഗൽ റീസൺ ഫോർ ദ ഡിസിഷൻസ്. What is obiter dicta? Obiter dicta means remarks made by the judge not essential to the decision. Remarks made by the judge not essential to the decision. The term plaintiff എന്ന് വെച്ചാൽ എന്താണ്? A person who bring a case against another in court of law. ഒരാൾക്കെതിരെ വേറൊരാൾ നിയമത്തിന്റെ മുമ്പിൽ കേസ് കൊടുക്കുന്ന ആളെയാണ് പ്ലെയിൻറ്റിഫ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇൻജൂറിയ സൈൻ ഡാമിനം? ഇൻജൂറിയ സൈൻ ഡാമിനം എന്ന് വെച്ചാൽ എന്താണ്? ലീഗൽ ഇഞ്ചുറി വിത്തൗട്ട് ഡാമേജ്. ലീഗൽ ഇഞ്ചുറിയാണ്, ഡാമേജ് ഇല്ലാതെ ലീഗൽ ഇഞ്ചുറി സംഭവിക്കുന്നതിനെയാണ് ഇൻജൂറിയ സൈൻ ഡാമിനം എന്ന് പറയുന്നത്. അടുത്തത്, what does stare decisis? Stare decisis means to stand by decided cases. Stare decisis means to stand by decided cases. അടുത്തത്, സബ്ജുഡീസ് എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് സബ്ജുഡൈസ്? സബ്ജുഡൈസ് മീൻസ് എ മാറ്റർ അണ്ടർ ജുഡീഷ്യൽ കൺസിഡറേഷൻ. ജുഡീഷ്യൽ കൺസിഡറേഷന്റെ പരിധിയിലിരിക്കുന്ന മാറ്ററിനെയാണ് നമ്മൾ സബ്ജുഡൈസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ക്യാവേ ടെംപ്റ്റർ? ക്യാവേ ടെംപ്റ്റർ മീൻസ് ലെറ്റ് ദ ബയർ ബിവെയർ. അത് വാങ്ങിക്കുന്ന ആളാണ് കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ചുമതല. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അമിക്കസ് ക്യൂറി? അമിക്കസ് ക്യൂറി എന്ന് വെച്ചാൽ എന്താണ്? അമിക്കസ് ക്യൂറി മീൻസ് ഫ്രണ്ട് ഓഫ് ദ കോർട്ട്. കോടതിയിലെ ഫ്രണ്ടിനെയാണ് അമിക്കസ് ക്യൂറി എന്ന് പറയുന്നത്. അതായത് കോടതിക്ക് നേരിട്ട് പോയി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോടതി ആ ഫങ്ഷൻസ് വേറൊരാളെ നിയമിക്കുന്നതിനെയാണ് നമ്മൾ അമിക്കസ് ക്യൂറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ ഫ്രണ്ട് ഓഫ് ദ കോർട്ട് എന്ന് പറയുന്നത്. പ്രിമേ ഫേസിയ എന്ന് വെച്ചാൽ എന്താണ്? ഓൺ ദ ഫാക്ട് ഓഫ് ഇറ്റ്, അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയ എന്നൊക്കെ നമ്മൾ പറയും. ഓഡി ആൾട്രം പാട്രം എന്ന് വെച്ചാൽ എന്താണ്? ഹിയർ ദ അതർ സൈഡ്. ഹിയർ ദ അതർ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ്, ഒരു ഡിസിഷൻസ് എടുക്കുന്നതിന് മുമ്പ് രണ്ട് പാർട്ടിയെ ഒരുപോലെ കേൾക്കുന്നതിനെയാണ് ഓഡി ആൾട്രം പാട്രം എന്ന് പറയുന്നത്. ഇനി ആക്ടസ് റിയ എന്ന് വെച്ചാൽ എന്താണ്? ആക്ടസ് റിയ റെഫർ ചെയ്യുന്നത് ഗിൽറ്റി ആക്ടിനെയാണ് ആക്ടസ് റിയ റെഫർ ചെയ്യുന്നത്. നെമോ ജുഡിസ് ഇൻ കോസ സുവ എന്ന് വെച്ചാൽ എന്താണ്? നോ ഓൺ ക്യാൻ ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കേസ്. ഒരാൾക്ക് അയാളുടെ തന്നെ കേസിൽ ജഡ്ജ് ആകാൻ സാധിക്കത്തില്ല. ഉബി ജസ് ഇബി റെമഡിയം എന്ന് വെച്ചാൽ എന്താണ്? വേർ ദെയർ ഈസ് എ റൈറ്റ് ദെയർ ഈസ് എ റെമഡി. വേർ ദെയർ ഈസ് എ റൈറ്റ് ദെയർ ഈസ് എ റെമഡി. എവിടെയാണ് നമുക്കൊരു അവകാശമുള്ളത് അതിന്റെ പരിഹാരവും നമുക്ക് അവിടെ തന്നെ കിട്ടും. ദ ഡിഫാക്റ്റോ മീൻസ് ഇൻഫാക്ട് എന്നാണ് അതിന്റെ മീനിങ്. ഡി ജൂറെ മീൻസ് ബൈ ലോ. ഇന്റർ ഏലിയ മീൻസ് എമംഗ് ദ അതർ തിങ്സ്. ഇപ്സോ ഫാക്ടോ മീൻസ് ബൈ ദ ഫാക്ട് ഇറ്റ് സെൽഫ്. Nemo debit ex judice in prosa cosa means no one should be judged in his own case. Ex parte എന്ന് വെച്ചാൽ എന്താണ്? ഓൺ സൈഡ് ഓർ ഫ്രം ഓൺ പാർട്ടി ഉള്ളി, അതായത് ഏകപക്ഷീയമായിട്ട് വിധി നടപ്പിലാക്കുന്നതിനാണ് എക്സ് പാർട്ടി എന്ന് പറയുന്നത്. പ്രോ ബോണോ മീൻസ് ഫോർ ദ പബ്ലിക് ഗുഡ്, അതായത് പൊതു താല്പര്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ലോക്കസ് സ്റ്റാൻഡി മീൻസ് റൈറ്റ് ടു അപ്പിയർ ഇൻ എ കോർട്ട്. കോടതിയിൽ അപ്പിയർ ചെയ്യാനുള്ള അവകാശത്തെയാണ് ലോക്കസ് സ്റ്റാൻഡി എന്ന് പറയുന്നത്. അൾട്രാ വൈറസ് മീൻസ് ബിയോണ്ട് ഓൺസ് ലീഗൽ പവർ ഓഫ് അതോറിറ്റി. ലീഗൽ പവർ ഓഫ് അതോറിറ്റി കാട്ടിയും കൂടുതൽ, അതായത് ബിയോണ്ട്, അതിനായിട്ട് അപ്പുറം. ഇൻ പേഴ്സോണ മീൻസ് എ സ്പെസിഫിക് എഗൻസ്റ്റ് എ സ്പെസിഫിക് പേഴ്സൺ, അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തിക്ക് മാത്രം എഗൻസ്റ്റ് ആയിട്ടുള്ളതാണ് ഇൻ പേഴ്സോണം എന്ന് പറയുന്നത്. അടുത്തത് ഇൻ റം മീൻസ് എഗൻസ്റ്റ് ദ ഹോൾ വേൾഡ്, അതായത്
ലോകത്തിന് എല്ലാവർക്കും എതിരായിട്ടാണ്. ഓളന്റീനോ നോൺ ഫിറ്റ് ഇഞ്ചൂറിയ എന്ന് പറയുന്നത് നോ ഇഞ്ചുറി ഈസ് ഡൺ ടു എ വില്ലിംഗ് പേഴ്സൺ, അതായത് സ്വന്തം താല്പര്യത്തോടെ സ്വന്തം വില്ലിങ്നെസ്സിലൂടെ ഒരു ഫോൾട്ടിൽ പെട്ടുപോവുകയാണെങ്കിൽ അതിന് മറ്റൊരാൾക്കെതിരെ കേസ് കൊടുക്കാൻ സാധിക്കത്തില്ല, ബിക്കോസ് അയാളുടെ തന്നെ വില്ലിങ്നെസ് ഉണ്ടായിരുന്നു. കോർപ്പസ് ഡെലിസിറ്റി എന്ന് പറയുന്നത് ബോഡി ഓഫ് ദ ക്രൈം. കോർപ്പസ് ഡെലിസിറ്റിയുടെ മീനിങ് ബോഡി ഓഫ് ദ ക്രൈം. ആക്റ്റീവ് പേഴ്സണൈസ് മോർട്ടറം പേഴ്സണ മീൻസ് പേഴ്സണൽ ആക്ഷൻ ഡൈ വിത്ത് ദ പേഴ്സൺ. അതുപോലെ തന്നെ കോൺസെപ്റ്റ്സ് സൈഡ് മീൻസ് മീറ്റിംഗ് ഓഫ് മൈൻഡ്. അതുപോലെ നുള്ളാം ക്രൈം സെനെ ലിഗെ മീൻസ് നോ ക്രൈം വിത്തൗട്ട് ലോ, നിയമമില്ലാതെ ഒരു ക്രൈമും ഇല്ല. ക്യൂ മീൻസ് സംതിങ് ഫോർ സംതിങ്, എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി. ഇനി അടുത്തത് IPCയിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. ഒഫൻസ് ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 40, പ്രൈവറ്റ് ഡിഫൻസ് ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 96 മുതൽ 106 വരെയാണ്. അതുപോലെ ക്രിമിനൽ കോൺസ്പിറസി ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 120A. പണിഷ്മെന്റ്, മർഡറിന്റെ പണിഷ്മെന്റ് 302 ആണ് ഡിഫൈൻ ചെയ്യുന്നത്. വിച്ച് സെക്ഷൻ IPC ഡിഫൈൻ തെഫ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് 378ലാണ്. കൾപ്പബിൾ ഹൊമിസൈഡ് ഈസ് ഡിഫൈൻഡ് അണ്ടർ വിച്ച് സെക്ഷൻ, ഏത് സെക്ഷനിലാണ് കൾപ്പബിൾ ഹൊമിസൈഡ് നിലനിൽക്കുന്നത്? ഈ സെക്ഷൻ 299ലാണ് കൾപ്പബിൾ ഹൊമിസൈഡ്. അടുത്തത് വിച്ച് സെക്ഷൻസ് ഡീൽസ് വിത്ത് ഡൗറി ഡെത്ത്, ഡൗറി ഡെത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻസ് എത്താണ്? സ്ത്രീധന പീഡനം, 304B ആണ് ഡൗറി ഡെത്ത്. അടുത്തത് ഗ്രേവിയസ് ഫാക്ട് മീൻസ് സെക്ഷൻ 320 ആണ് ഗ്രേവിയസ് ഫാക്ട്. IPC 370, റേപ്പ് 375. അൺനാച്ചുറൽ ഒഫൻസ് സെക്ഷൻ 377, അത് ഡീക്രിമിനലൈസ്ഡ് ചെയ്തിട്ടുണ്ട്. പരസ്പര സമ്മതത്തോടു കൂടിയാണെങ്കിൽ, പ്രായപൂർത്തിയായവരാണെങ്കിൽ അത് ക്രിമിനൽ കുറ്റം അല്ലാതെയാണ് കണക്കാക്കുന്നത്. വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് സെഡേഷൻ ഡീൽ ചെയ്യുന്നത്, രാജ്യദ്രോഹ കുറ്റം ഡീൽ ചെയ്യുന്നത് 124A ആണ്. ഇപ്പോൾ അത് നിലവിലില്ല. ദ ഒഫൻസ് ഓഫ് ഡിഫോമേഷൻ ഡിഫൈൻ ചെയ്യുന്നത്, അപകീർത്തിപ്പെടുത്തുന്ന കേസ് ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 499. വിച്ച് സെക്ഷൻ ഡിഫൈൻ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, 405 ആണ് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. വിച്ച് സെക്ഷൻ ഡിഫൈൻ ദ ക്രിമിനൽ ഇന്റിമിഡേഷൻ, 503 503 ആണ് ക്രിമിനൽ ഇന്റിമിഡേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അടുത്തത് 511 ഡിഫൈൻ ചെയ്യുന്നത് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് ഒഫൻസ് പണിഷബിൾ വിത്ത് ലൈഫ് ഓർ അതർ ഇംപ്രിസൺമെന്റ്, അതായത് ഏതെങ്കിലും കുറ്റം ചെയ്യാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്യുന്നതിനെയാണ് കുറിച്ചാണ് 511 പറയുന്നത്. വിച്ച് സെക്ഷൻസ് പ്രൊവൈഡ് പണിഷ്മെന്റ് ഫോർ റയോട്ടിംഗ്, 147. വിച്ച് സെക്ഷൻ ഡിഫൈൻ പബ്ലിക് ന്യൂസൻസ്, സെക്ഷൻ 268. വിച്ച് സെക്ഷൻസ് ഡീലിംഗ്സ് വിത്ത് കോസിംഗ് മിസ്കാരേജ്, സെക്ഷൻ 312. അസാൾട്ട് ഓർ ക്രിമിനൽ ഫോഴ്സ് ഓഫ് വുമൺ വിത്ത് ഇന്റന്റ് ടു ഔട്ട്റേജിംഗ് ദ മോഡസ്റ്റി ഓഫ് വുമൺ, സെക്ഷൻ 354. കിഡ്നാപ്പിംഗ് ഡിഫൈൻ ചെയ്യുന്നത് 359. മെൻസ്രിയ റെഫർ ചെയ്യുന്നത് ഗിൽറ്റി മൈൻഡിനെയാണ് മെൻസ്രിയ റെഫർ ചെയ്യുന്നത്. ആക്ടസ് റിയ എന്ന് വെച്ചാൽ ഗിൽറ്റി ആക്ട് ആണ്. Which of the following is necessary to prove the criminal liability? Actors റിയാസ് മെൻസ് റിയയാണ് ക്രിമിനൽ ലയബിലിറ്റി പ്രൂവ് ചെയ്യുന്ന ഒരു മാക്സിംസ് എന്ന് പറയുന്നത്. ഇൻ വിച്ച് കേസ് ഇന്ത്യൻ സുപ്രീം കോർട്ട് ആദ്യമായിട്ട് മെൻസ്രിയെ എക്സ്പ്രസ് ചെയ്തത് ഏത് കേസിലാണ്? അതായത് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് MH ജോർജ് എന്ന കേസിലാണ് ആദ്യമായിട്ട് മെൻസ്രിയെ അപ്ലിക്കേറ്റ് ചെയ്ത കേസ്. അടുത്തത് ദ പ്രിൻസിപ്പൽ ആക്ടേഴ്സ് നോൺ ഫാസിറ്റ് റിയ നിസി മീൻസ് റിയ എന്ന് വെച്ചാൽ ആൻ ആക്ട് ഡസ് നോട്ട് ടു മേക്ക് എ ക്രൈം അൺലെസ് ഇറ്റ് ഈസ് ഡൺ വിത്ത് എ ഗിൽറ്റി ഇന്റൻഷൻ. ഒരു പ്രവൃത്തിയെ നമ്മൾ ക്രൈം എന്ന് പറയണമെങ്കിൽ ഗിൽറ്റി ഇന്റൻഷനോട് കൂടി ചെയ്യുന്ന കുറ്റങ്ങളെ മാത്രമേ നമ്മൾ ക്രൈം എന്ന് പറയാറുള്ളൂ, അല്ലാത്തതിനെ നമ്മൾ ക്രൈം എന്ന് പറയാറില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫോം ഓഫ് മെൻസ്രിയ? ആക്സിഡന്റ് മെൻസ്രിയയുടെ ഭാഗമല്ല. മെൻസ്രിയ നെഗ്ലിജൻസ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് മെൻസ്രിയ ആണ്, പക്ഷെ അത് ഇൻവോൾവ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ഫെയിലുവർ ടു എക്സസൈസിങ് റീസണബിൾ കെയർ ഫെയിൽ ആയിരിക്കണം. അടുത്തത് സ്ട്രിക്റ്റ് ലൈബിലിറ്റി എന്ന് പറയുന്നത് മെൻസ്രിയൽ സ്ട്രിക്റ്റ് ലൈബിലിറ്റിക്കകത്ത് മെൻസ്രിയ വേണമെന്ന് നിർബന്ധമില്ല. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്ട്രിക്റ്റ് ലൈബിലിറ്റി കേസ്? സ്ട്രിക്റ്റ് ലൈബിലിറ്റി കേസ് ഏതാണ്? ആർ വേഴ്സസ് പ്രിൻസ് ആണ് സ്ട്രിക്റ്റ് ലൈബിലിറ്റി കേസ്. വിച്ച് ടേം ഡിസ്ക്രൈബ് ദ മെന്റൽ സ്റ്റേറ്റ് ഓഫ് ഇന്റൻഡിങ് കോൺസിക്വൻസ് ഓഫ് ദ ആക്ട്? ഇന്റൻഷൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിക്വയർ മെൻസ്രിയ? മെൻസ്രിയ വേണ്ടാത്തത് റെഗുലേറ്ററി ഒഫൻസസിനാണ്. നമ്മൾ സാധാരണ മെൻസ്രിയ ആവശ്യമില്ല. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള റെഗുലേറ്ററി ഒഫൻസസിൽ മെൻസ്രിയ ആവശ്യമില്ല.
അടുത്തത് വിച്ച് ഈസ് റിക്വയർഡ് ഫോർ എ ക്രൈം ടു ബി കംപ്ലീറ്റ്. ഒരു ക്രൈം കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്തൊക്കെ വേണം? ആക്ടസ് റിയ പ്ലസ് മെൻസ് റിയ പ്ലസ് ആബ്സെൻസ് ഓഫ് ലോഫുൾ ജസ്റ്റിഫിക്കേഷൻ. നമ്മളിങ്ങനെ പറയണം, ആക്ടസ് റിയ പ്ലസ് മെൻസ് റിയ ഇസ് ഈക്വൽ ടു ക്രൈം. ആക്ടസ് റിയയും മെൻസ് റിയയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ആക്ടിനെ നമ്മൾ ക്രൈമായിട്ട് ഡിഫൈൻ ചെയ്യാറുള്ളൂ, ക്രൈം എന്ന് പറയാറുള്ളൂ. ക്രിമിനൽ നെഗ്ലിജൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മെൻസ് റിയ. നെഗ്ലിജൻസ് ആണ് ക്രിമിനൽ നെഗ്ലിജൻസ് മെൻസ് റിയ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ക്രിമിനൽ നെഗ്ലിജൻസ്. വിച്ച് ഡിസ്റ്റിങ്വിഷ്ഡ് ആസ് എ സിവിൽ റോങ് ഫ്രം എ ക്രിമിനൽ ഒഫൻസ്. വാട്ട് ഡിസ്റ്റിങ്വിഷ്? സിവിൽ റോങ്ങിൽ നിന്ന് ക്രിമിനൽ റോങ്ങിലേക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മെൻസ് റിയയുടെ പ്രസൻസ് വെച്ചിട്ടാണ് സിവിലായിട്ടുള്ളതിനെ സിവിൽ നിന്ന് ക്രിമിനലായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. കേസിനെ സിവിലെന്നോ ക്രിമിനലെന്നോ ഒക്കെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് എന്തിൻ്റെ പ്രസൻസ് ആണ്? മെൻസ് റിയയുടെ പ്രസൻസിലാണ്. അടുത്തത് ലോ ഓഫ് ടോർട്ട്, ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ്. ലോ ഓഫ് ടോർട്ട് ഈസ് എ സിവിൽ റോങ്. The word tort is derived from the language French. Which of the following is not an essential element of tort? Malice. Ubi sibi remedy means where there is a right, there is a remedy. In law tort, the rule of Ryland versus Fletcher related to strict liability. Defamation ഒരു tort ആണ്. Volunteer non-fit injury means to a willing person to injury done. Intentionally harming means breach of a duty of care of resulting damages. Nuisance means unlawful interference with the use of enjoyment of land. നിയമവിരുദ്ധമായിട്ട് വേറൊരാളുടെ എൻജോയ്മെന്റിനോ അയാളുടെ ഭൂമിക്കോ തടസ്സപ്പെടുത്തുന്നതിനെ ന്യൂസൻസ് എന്ന് പറയുന്നത്. വൈക്കാരിയസ് ലയബിലിറ്റി അറൈസ് ചെയ്യുന്നത് എപ്പോഴാണ്? വെൻ വൺ പേഴ്സൺ ഈസ് ഹെൽഡ് ലയബിൾ ടു അനദർ ആക്ട്. ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് വേറൊരാൾ ലയബിൾ ആവുന്നതിനെയാണ് വൈക്കാരിയസ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഡാമിനംസ് ആൻഡ് ഇഞ്ചുറിയ മീൻസ് ഡാമേജ് വിത്തൗട്ട് ലീഗൽ ഇഞ്ചുറി. ഡാമേജ് ഇല്ല, വിത്തൗട്ട് ലീഗൽ ഇഞ്ചുറി, ഡാമേജ് മാത്രമേ ഉള്ളൂ, ലീഗൽ ഇഞ്ചുറി ഇല്ലാത്തതിനാണ് ഡാമിനംസ് ആൻഡ് ഇഞ്ചുറിയ എന്ന് പറയുന്നത്. വിച്ച് ഈസ് നോട്ട് ലയബിൾ ഇൻ ടോർട്ട്. ടോർട്ടിൽ ലയബിൾ ആവുന്നത് ഡിസീസ്ഡ് പേഴ്സൺ ഒരിക്കലും ടോർട്ടിൽ ലയബിൾ ആവത്തില്ല. അസാൾട്ട് മീൻസ് ത്രെഡ് ഓഫ് ഇമ്മീഡിയറ്റ് ഹാം ഓർ ഒഫൻസീവ് കോൺട്രാക്ട്. അസാൾട്ട് മീൻസ് ത്രെഡ് ഓഫ് ഇമ്മീഡിയറ്റ് ഹാമോ ഒരു ഒഫൻസീവ് കോൺട്രാക്റ്റിൽ വരുത്തുന്നതിനാണ് അസാൾട്ട് എന്ന് പറയുന്നത്. ബാറ്ററി എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് യൂസ് ചെയ്യുന്നതിനാണ് ബാറ്ററി എന്ന് പറയുന്നത്. ഇഞ്ചുറിയസ് ആൻഡ് ഡാമിനം മീൻസ് ലീഗൽ ഇഞ്ചുറി വിത്തൗട്ട് ആക്ച്വൽ ഡാമേജ്. വാട്ട് ഈസ് ഫോൾസ് ഇംപ്രസൺമെന്റ്? ടോട്ടൽ റെസ്ട്രെയിൻമെന്റ് ഓഫ് എ പേഴ്സൺസ് ലിബർട്ടി വിത്തൗട്ട് ലോഫുൾ ജസ്റ്റിഫിക്കേഷൻ. നിയമപരമായിട്ട് ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ലാതെ ഒരാളുടെ സ്വാതന്ത്ര്യത്തെ, സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നതിനെയാണ് ഫോൾസ് ഇംപ്രസൺമെന്റ് എന്ന് പറയുന്നത്. ലിബർട്ടി, ഒരു ട്രെസ്പാസ്മെന്റ് ലാൻഡ് മീൻസ് അൺലോഫുൾ ഇന്റർഫിയറൻസ് വിത്ത് പൊസഷൻ ഓഫ് ലാൻഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിഫൻസ് ഓഫ് ടോർട്ട്? ഇന്നെവിറ്റബിൾ ആക്സിഡന്റ് ഒരു ടോർട്ടിലെ ഒരു ഡിഫൻസ് ആണ്. ഹൂ പ്രൊഫൗണ്ടഡ് ദ തിയറി ഓഫ് ആബ്സല്യൂട്ട് ലയബിലിറ്റി ഇൻ ഇന്ത്യ? അബ്സല്യൂട്ട് ലയബിലിറ്റി പ്രൊഫൗണ്ട് ചെയ്ത കേസ് ഏതാണ്? ജസ്റ്റിസ് ഭഗവതി. ഇനി MC മേത്ത യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലാണ് അബ്സല്യൂട്ട് ലയബിലിറ്റി ആദ്യമായിട്ട് പ്രൊഫൗണ്ട് ചെയ്തത്. ദ റൂൾ ഓഫ് സ്ട്രിക്ട് ലയബിലിറ്റി വാസ് ലേഡ് ഡൗൺ ഇൻ വിച്ച് കൺട്രി? ആദ്യമായിട്ട് റൂൾ ഓഫ് സ്ട്രിക്ട് ലയബിലിറ്റി ഇംഗ്ലണ്ടിലാണ് ലേഡ് ഡൗൺ ചെയ്തത്. അടുത്തത് BNSലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. BNS ഭാരതീയ ന്യായ സംഹിത ഏത് നിയമത്തെ റീപ്ലേസ് ചെയ്തിട്ടാണ് നിലവിൽ വന്നിട്ടുള്ളത്? ഇന്ത്യൻ പീനൽ കോഡ് 1860 റീപ്ലേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഹൗ മെനി സെക്ഷൻസ് ഇൻ BNS? 358. ഹൗ മെനി ചാപ്റ്റേഴ്സ് ഇൻ BNS? 20. വിച്ച് സെക്ഷൻസ് BNS ഡീൽസ് വിത്ത് മർഡർ? 101 മർഡർ ഡീൽ ചെയ്യുന്ന സെക്ഷൻ. സെക്ഷൽ ഒഫൻസസ് സെക്ഷൻ 63. അതുപോലെ BNSൽ പുതിയതായിട്ട് കൊണ്ടുവന്ന ഒഫൻസാണ് മൊബൈൽ ലെഞ്ചിങ്. അടുത്തത് വിച്ച് ഈസ് ദ പേഴ്സൺസ് ഗ്യാങ് റേപ്പ്? ഗ്യാങ് റേപ്പിൻ്റെ പണിഷ്മെൻറ്റ് BNSൽ എത്രയാണ്? ഇംപ്രസൺമെൻറ്റ് ഫോർ 20 years ഓഫ് ലൈഫാണ്. BNSനകത്ത് സെഡേഷന് പകരം വന്നതാണ് 152 ആക്ട് എൻഡേഞ്ചറിങ് ദ സോവറിനിറ്റി ആൻഡ് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ ഇന്ത്യ. ദ ടേം ഒഫൻസ് 2 clause 1 clause N. വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് ഓർഗനൈസ്ഡ് ക്രൈം? സെക്ഷൻ 111. അതുപോലെ തന്നെ BNSൽ പുതിയതായിട്ട് സ്നാച്ചിങ് എന്ന് പറയുന്ന ഒരു ക്ലെയിം കൊണ്ടുവന്നിട്ടുണ്ട്. അത് 309(4)ലാണ്. അഡൾട്ടറി BNS പ്രകാരം പണിഷബിൾ അല്ല. അറ്റംപ്റ്റ് സൂയിസൈഡ് പണിഷബിൾ അല്ല. വിച്ച് ഈസ് ദ പണിഷ്മെന്റ് ഓഫ് റേപ്പ്? അതായത് വാട്ട് ഈസ് ദ പണിഷ്മെന്റ്? റേപ്പിന്റെ പണിഷ്മെന്റ് ഇംപ്രസൺമെന്റ് നോട്ട് ലെസ് ദാൻ 10 years മേ എക്സ്റ്റെൻഡ് ടു ലൈഫ്. ഡിഫേമേഷൻ സെക്ഷൻ 356. തെഫ്റ്റ് BNSൽ 302. ഡക്കോയിറ്റി 312. അതുപോലെ തന്നെ ക്രിമിനൽ കോൺസ്പിറസി 63 clause 1 clause K. ദ ഡെത്ത് പെനാൽറ്റി റീറ്റെയിൻ ചെയ്തിട്ടുണ്ടോ BNSൽ? യെസ്, റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. വെൻ വിൽ BNS നിലവിൽ വന്നത് 1 July 2024. ഇനി ജൂറിസ്പ്രുഡൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്.
നമ്മൾ 100 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മളിവിടെ ഇതിനകത്ത് 107 ക്വസ്റ്റ്യൻസോളം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി അടുത്ത വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.